കൊല്ലത്ത് യുവതിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ അശ്ലീല വെബ്സൈറ്റിൽ പ്രചരിപ്പിച്ച കേസിൽ കേരള പോലീസിന്റെ ഇടപെടൽ. അശ്ലീല വെബ്സൈറ്റുകളിലെ ദൃശ്യങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് ഗൂഗിളിന് ലീഗൽ നോട്ടീസ് നൽകും. ദൃശ്യങ്ങൾ നീക്കം ചെയ്യാൻ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് നീക്കം. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ കണ്ടെത്താൻ പ്രതിയെ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കസ്റ്റഡി അപേക്ഷ നൽകും. പ്രതി ഉപയോഗിച്ച മൊബൈൽ ഫോണായി പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. എ വി ജയശങ്കറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജയശങ്കർ, ഇപ്പോൾ ആ പ്രതി പ്രധാനപ്പെട്ട തൊണ്ടി മുതലായ ആ മൊബൈൽ ഫോൺ നശിപ്പിച്ചിട്ടുണ്ടാവും, അത് ഒരുപക്ഷെ ഒളിപ്പിച്ചിട്ടുണ്ടാവും, അത് പോലീസിന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും പോലീസ് ഇക്കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ ഒരു മെല്ലപ്പോക്ക് സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ പോക്സോ ഇട്ടില്ല, സമ്മർദ്ദമുണ്ടായതിനെ തുടർന്ന് പോക്സോ ഇടുന്നു. പിന്നീട് ഇപ്പോൾ അശ്ലീല വെബ്സൈറ്റുകളിൽ നിന്ന് ആ ദൃശ്യങ്ങൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ട് കൃത്യസമയത്ത് പോലീസ് അത് ചെയ്തില്ല. പോലീസ് ആദ്യം ചെയ്യേണ്ടിയിരുന്നത് അത് തന്നെയല്ലേ? എന്നിട്ട് പോലീസ് ഇപ്പോൾ വളരെ വൈകിയാണത് ചെയ്യുന്നത്. എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? മെല്ലപ്പോക്കുണ്ടോ പോലീസിന് ഈ വിഷയത്തിൽ? ജയശങ്കർ, ഗുഡ് മോർണിംഗ്, ഹാപ്പി അവിട്ടം. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോഴും ഏറ്റവും ഒടുവിൽ ഈ ഗൂഗിളിന് ഇതുമായി ബന്ധപ്പെട്ട് ലീഗൽ നോട്ടീസ് നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ അശ്ലീല ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ വെബ്സൈറ്റുകളിൽ നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ലീഗൽ നോട്ടീസ് ആയിരിക്കും നൽകുക. പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകുന്ന കാര്യം, ഈ ഗൂഗിളിന് നൽകിയാലും ചില സ്വകാര്യ വെബ്സൈറ്റുകൾ ഉൾപ്പെടെ ദൃശ്യങ്ങൾ അത് മാറ്റുന്നതിന് വലിയ സാങ്കേതിക പരിമിതി ഉണ്ട് എന്നൊരു കാര്യം പോലീസ് പറയുന്നുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ ഈ കണ്ടെത്തുന്ന ദൃശ്യങ്ങൾ മാത്രം മാറ്റാനുള്ള ലിങ്കുകളൊക്കെയാണ് ഗൂഗിളിലേക്ക് അയച്ചു നൽകാൻ പോലീസിന് സാധിക്കും. എന്തായാലും ആ ദൃശ്യങ്ങൾ പൂർണ്ണമായി മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുമെന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ തെളിവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവ കണ്ടെത്താനുള്ളൊരു ശ്രമം പോലീസ് ഇതിനോടകം തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കക്ഷിയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഇയാൾ മാറ്റിവെച്ചിരിക്കുന്നതാണ് പോലീസ് പറയുന്നത്. കണ്ടെത്താൻ ഇതുവരെ ആയിട്ടില്ല. എന്തായാലും ഈ പ്രതിയെ അടിയന്തരമായി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസ് ആലോചിക്കുന്നത്. കഴിഞ്ഞ 1-2 ദിവസം അവധി ദിനങ്ങളൊക്കെ ആയതിനാൽ തന്നെ പോലീസിനെ സംബന്ധിച്ച് അത്തരം ഇടപെടലുകൾ നടത്താനായിട്ടില്ല. ഏറ്റവും വരുന്ന മണിക്കൂറിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ നൽകും. ഈ പ്രതിയെ ചോദ്യം ചെയ്യൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകം എന്ന കാര്യമായിരിക്കും കോടതിയിൽ അറിയിക്കുക. പ്രത്യേകിച്ച് പോക്സോ ഉൾപ്പെടെ ചുമത്തിയ, അല്ലെങ്കിൽ പോക്സോ കേസ് ഉൾപ്പെടെ 2 കേസുകളിൽ ഇയാൾ പ്രതിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കോടതി എന്തായാലും കസ്റ്റഡി അപേക്ഷ അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് ഈ പ്രതിയുടെ സാന്നിധ്യത്തിൽ ഇയാളുടെ മറ്റ് ഡിജിറ്റൽ ഡിവൈസുകൾ കണ്ടെത്തണം, അത് പരിശോധിക്കണം, ഇയാളുടെ മെയിൽ ഐഡികൾ ഉൾപ്പെടെ തുറക്കണം. കാരണം ഇയാൾ ഈ അശ്ലീല വെബ്സൈറ്റുകളിലേക്ക് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ അപ്ലോഡ് ചെയ്ത് ഇയാളുടെ സ്വന്തം മെയിൽ ഐഡികൾ ലോഗിൻ ചെയ്താണ്. സ്വാഭാവികമായി ഈ മെയിൽ ഐഡികൾ തുറന്നാൽ പോലീസിനെ സംബന്ധിച്ച് എവിടെയൊക്കെ ദൃശ്യങ്ങളുണ്ട്, എവിടെയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന കാര്യം മനസ്സിലാക്കാനാകും. ഡോക്ടർ അരുൺ സൂചിപ്പിച്ച പോലെ തുടക്കത്തിൽ പോക്സോ കേസ് ഉൾപ്പെടെ എടുക്കുന്ന കാര്യത്തിൽ പോലീസിന് ഒരു അലംഭാവം ഉണ്ടായി. പിന്നീട് ഈ ചാത്തന്നൂർ ACP ഉൾപ്പെടെ ഇടപെട്ട ശേഷമാണ് ഈ കേസിൽ കുറച്ചുകൂടി ഗൗരവത്തിൽ പോക്സോ ഉൾപ്പെടെ അന്വേഷിച്ചത്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ അന്വേഷണത്തിൽ തിരിച്ചടിയായിട്ടുണ്ടോ എന്നത് വരും ദിവസങ്ങളിലാണ് മനസ്സിലാക്കുക. കാരണം അന്വേഷണം മുന്നോട്ട് പോവുകയും തെളിവുകൾ ലഭിക്കാതെ വരികയും ചെയ്താൽ സ്വാഭാവികമായും തുടക്കത്തിലെ പാളിച്ച കാരണമായിട്ടുണ്ടെന്ന കണ്ടെത്തൽ വരും. അപ്പോൾ മറ്റു നടപടികളിലേക്ക് പോകാനുള്ള സാധ്യത ആ ഘട്ടത്തിലായിരിക്കും നമുക്ക് എന്തായാലും ലഭ്യമാകും. എന്തായാലും നിലവിൽ പോലീസ് ഇതിന്റെ ക്രമപ്രകാരമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളും നിരന്തരം ഈ വാർത്തയുടെ മുമ്പിലുണ്ട്. അങ്ങനെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ പോലീസുകാർ ആദ്യം ചെയ്യേണ്ടിയിരുന്നത്, ഈ കുട്ടി വന്ന് പരാതി പറയുമ്പോൾ നിങ്ങളുടെ ഇത്തരം ദൃശ്യങ്ങൾ വെബ്സൈറ്റുകളിലുണ്ടോ? ഉണ്ട്. അത് നിങ്ങളുടെ അനുവാദമില്ലാതെയാണോ പോയത്? ആണ്. എങ്കിൽ ഉടൻ തന്നെ ഗൂഗിളിനും മെറ്റയ്ക്കും എവിടെയാണെന്ന് വെച്ചാൽ ഈ വെബ്സൈറ്റുകൾക്കൊക്കെ കൃത്യമായി ലീഗൽ നോട്ടീസ് നൽകി ആ ദൃശ്യങ്ങൾ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ നമ്മൾ പറയുമല്ലോ, മോരിലെ പുളിയും പോയി അല്ലേ? ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇതാ ഇപ്പോൾ ദൃശ്യങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നു. പ്രചരിക്കേണ്ട ഇടങ്ങളിലേക്ക് ഇത് പ്രചരിച്ചു കഴിഞ്ഞില്ലേ? കാണാൻ വേണ്ടി കാത്തിരുന്ന മനുഷ്യരൊക്കെ കണ്ട് കൊത്തി വലിച്ചു കഴിഞ്ഞില്ലേ? അതിനുശേഷം ഇനിയിപ്പോൾ ഇത് നീക്കിയിട്ട് എന്ത് കാര്യം? പോലീസ് ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും ഒടുവിൽ ചെയ്യും ചില കാര്യങ്ങൾ. എന്താ പോലീസെ ഇങ്ങനെ എന്നേ നമുക്ക് ചോദിക്കാനുള്ളൂ.